ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഗലീലയിലെ ഒരു പട്ടണമായിരുന്നു കഫർനാം. അവിടെ ഒരു സിനഗോഗിൽ ഈശോ പ്രസംഗിച്ചതിന് ശേഷം നേരെ പോയത് പത്രോസിൻ്റെ ഭവനത്തിലേക്കാണ്. പത്രോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പത്രോസിൻ്റെ ഭവനത്തിൽ പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം യേശുവിനോട് പറഞ്ഞു, അവളുടെ പനിയെ സുഖപ്പെടുത്തണം. യേശു പത്രോസിൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു. അവൾ ഉടനെ എഴുന്നേറ്റ് അവിടെയുള്ളവരെയും യേശുവിനെയും പരിചരിക്കാൻ തുടങ്ങി. തുടർന്ന് അനേകം പിശാചു ബാധിതരെയും രോഗികളെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരെല്ലാം സുഖപ്പെടുത്തി. അനേകരിൽ നിന്ന് പിശാച് വിട്ടുപോയി. പ്രിയ ദൈവമക്കളെ, ഈ ദിവസം നിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാണ്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബത്തിലെ രോഗപീഠകളെ നിഷ്കാസനം ചെയ്യുവാൻ, പൈശാചിക പീഠകളെ എടുത്തു മാറ്റുവാൻ നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമുക്ക് സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം, പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പാടാം. എല്ലാ നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. സന്തോഷത്തോടെ പാടാം. എല്ലാ നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ഇന്നീ രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ, എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. കരമുയർത്തിയടിക്കാം, കരമുയർത്തിയടിക്കാം. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി. ശിവനോടെ കരമടിക്കാം. കരുതുന്ന നാഥാനിൻ കരുണാദ്ര സ്നേഹത്താൽ കൈപിടിച്ചെന്നെ ഉയർത്തി കരകയറ്റിടണേ. കരുതുന്ന
പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളുകളോ, രോഗമോ പീഡനമോ എന്തു വന്നാലും എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ജീവനോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആരാധിക്കാം. സഹനങ്ങളേറുമ്പോൾ ഉറങ്ങാത്ത രാത്രികളിൽ വേദനകൾ ഏറി എന്നും തേങ്ങി കളയുമ്പോൾ, തീച്ചൂളകൾ പോ ദഹിപ്പിക്കും അഗ്നിയിൽ, ഉറ്റവരോ സ്നേഹിതരോ കൈവിട്ടെന്നാലും എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ, എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ആരാധന യേശുവേ, നന്മയ്ക്കായി മാറ്റുന്നത് എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ മാറ്റും നാഥൻ റോമാലേഖനത്തെ 28 എന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി പരിണമിക്കുന്നു. ജീവിത ക്ലേശഭാരമോ, ഇന്നീ രോഗപീഡയോ, ജീവിത ക്ലേശഭാരമോ, എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. Praise the Lord. Hallelujah. ചിരിച്ചുകൊണ്ട് പറയാ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാ ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടെ പറയാം ഹല്ലേലൂയ. കരമുയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. വലിയ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടയൻ്റെ പ്രത്യേകത വളരെ വ്യക്തമായി ദാവീദിനറിയാം. ദാവീദിനെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ആടുകളെ പിടിക്കാൻ വരുന്ന സിംഹത്തിൻ്റെ ജടയിൽ പിടിച്ച് നിലത്തടിച്ച് കൊല്ലാൻ കൽപ്പുള്ളവൻ എന്നാണ്
ദാവീദിനെ കുറിച്ച് പറയുക. കരടിയെ പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്ന അത്രയും കരുത്തനായൊരു ഇടയനായിരുന്നു ദാവീദ്. ചെറുപ്പത്തിൽ തന്നെ യേശു പിതാവായ ദൈവം അവൻ അഭിഷേകം ചെയ്ത് ഉയർത്തി. അതുകൊണ്ട് തന്നെ ദാവീദ് ഇടയൻ്റെ പ്രത്യേകതയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അവൻ നല്ല ഇടയനാണ്. പച്ച പുൽത്തകിടുകളിൽ നമുക്ക് വിശ്രമം വരുന്ന, ജലാശയത്തിലേക്ക് കരം പിടിക്കുന്ന ശക്തനായൊരു ഇടയനാണ് യേശുവെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പാടി അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇടയനെ വാഴ്ത്തിക്കൊണ്ട് ഒരു പാടി നല്ലവണ്ണം കരമടിച്ച് കേട്ടോ. ചിരിച്ചുകൊണ്ട് പാടാം. ഇടയൻ നല്ല ഇടയൻ, കുറവേതും എനിക്കില്ലവൻ കൃപയാ. ഇരവിലും പകലിലും തൻ തുണയാ, ആഴിയിലും ഒഴിയിലും വഴി നടത്തും. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, മനമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, കരമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, സ്വരമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. കർത്താവിൻ ഇടയൻ നല്ല ഇടയൻ, കുറവേതും എനിക്കില്ലവൻ കൃപയാ. ഇരവിലും പകലിലും തൻ തുണയാ, ആഴിയിലും ഒഴിയിലും വഴി നടത്തും. ജീവനോട് ശക്തിയോടെ കരമുയർത്തിയടിക്കാം. നാമമുള്ളം കയ്യിൽ വഹിപ്പവനേ, എന്നാളും ഉള്ളിനുള്ളിൽ വസിപ്പവനേ. എൻ ഭാരം എന്നാളും വഹിപ്പവനേ, എൻ പാപമോചകനേ പരരേ. ആമേൻ. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, മനമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, കരമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. കൈയടിച്ചു പാടാം, ചുവടുവയ്ക്കാം, സ്വരമുയർത്താം, ഞങ്ങൾ നിന്നെ സ്തുതിക്കാം. അവൻ ഇടയൻ നല്ല ഇടയൻ, കുറവേതും എനിക്കില്ലവൻ കൃപയാ. ഇരവിലും പകലിലും തൻ തുണയാ, ആഴിയിലും ഒഴിയിലും വഴി നടത്തും. കാലുകൾ മാറ്റിച്ചവിടെ എല്ലാവരും സന്തോഷത്തോടെ വിലപ്പമായി വരുന്നവനെ, എന്നാളും ജീവന്റെ ഔഷധമേ. കാരുണ്യമെന്നുള്ളിൽ നിറപ്പവനെ, കാലുഷ
ഇടയൻ നല്ല ഇടയൻ കുറവേതും എനിക്കില്ല വൻ കൃപയാ ഇരവിലും പകലിലും തൻ തുണയാ അഴിയിലും ഒഴിയിലും വഴി നടത്തും കൈയടിച്ചു പാടാം ചുവടുവയ്ക്കാം മനമുയർത്താം ഞങ്ങൾ നിന്നെ സ്തുതിക്കാം കൈയടിച്ചു പാടാം ചുവടുവയ്ക്കാം കരമുയർത്താം ഞങ്ങൾ നിന്നെ സ്തുതിക്കാം കൈയടിച്ചു പാടാം ചുവടുവയ്ക്കാം സ്വരമുയർത്താം ഞങ്ങൾ നിന്നെ സ്തുതിക്കാം സ്വരമുയർത്താം ഞങ്ങൾ നിന്നെ സ്തുതിക്കാം സ്വരമുയർത്താം ഞങ്ങൾ നിന്നെ സ്തുതിക്കാം